അതിപ്പോ നിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ എന്തിനു? അവൻ സിദ്ധുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കല്ലേ, അവനടുത്ത് ചോദിച്ചാൽ പോരായിരുന്നോ? സിദ്ധുവിന്റെ അടുത്ത് ചോദിക്കാനുള്ള ചടപ്പ് പറഞ്ഞായിരിക്കും എന്നെ വിളിച്ച് ചോദിച്ചത്. അല്ലെങ്കിൽ പിന്നെ കുഴിപ്പാലത്തെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തും ചോദിച്ചാൽ പോരെ. ചേട്ടാ അബീനെ അറിഞ്ഞൂടെ? ചേട്ടാ സിദ്ധുവിന്റെ കുഞ്ഞമ്മയുടെ മോൻ. അവനെ എന്റെ അടുത്ത് ഒരു 1,00,000 രൂപ കടം ചോദിച്ചു. സിദ്ധുവിന്റെ അടുത്ത് ചോദിക്കാനുള്ള ചടപ്പ് കാരനാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ലക്ഷ്മി എന്ന് വിളിച്ചോണ്ടിരുന്നവനാ. ചേട്ടത്തിന്നുള്ള വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും. നീ സിദ്ധോളിന്റെ അടുത്ത് കാര്യം വിളിച്ചു പറ. അവര് കുടുംബക്കാരല്ല, അവര് എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ, സംസാരിക്കട്ടെ. സംസാരിക്കട്ടെ. എന്തായാലും ഞാൻ സിദ്ധുവിനെ വിളിച്ച് പറയാം. ലച്ചേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ലച്ചുവിനെ സിദ്ധുവിനെ വിളിക്കുമ്പോഴേ ഈ പൈസ കൊടുക്കണമെന്നോ ഉള്ള തീരുമാനം, നിന്റെ തീരുമാനം ഒന്നും നീ അവനോട് പറയാൻ നിൽക്കണ്ട. അവര് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതത്രേ ഉള്ളൂ. നീ ജസ്റ്റ് കാര്യം വിളിച്ചു പറയാം. എന്താണ് സംഭവം? ആരുടെ വിളിച്ച് പറയണ്ടെന്നുള്ള കാര്യം പറയണേ? അതൊന്നുമില്ല. അതെ ബാലു, ഈ സിദ്ധുവിന്റെ കേക്കണ്ട. അറിയണ്ടെന്നല്ലേ പറഞ്ഞേ, ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ. ഇതിന് കേക്കണ്ട. എന്തോന്ന് വെച്ചാ ഇതാ ഒരു ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ലേ, നമ്മളെ സംബന്ധിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോ ഇത് ചർച്ച ചെയ്ത് പ്രതി വിഷയാക്കണ്ട. വിട്. സംഭവം അതെ, ഈ ഓരോരുത്തർ കയറി വരുമ്പോ ഈ പറഞ്ഞിരിക്കുന്ന കഥ വീണ്ടും പറയേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ കാര്യം പറയട്ടെ. ഒരു വിഷയത്തെ വളച്ചൊടിച്ച് ഇല്ലാതാക്കാൻ, അതിന്റെ മൂലകഥ പറയാതിരിക്കാൻ ഏറ്റവും മടിക്കും നീലുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരുന്ന കാര്യം പറയാത്തതിന്റെ ചുരുക്കി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. അല്ല, ഇവിടെ ശരിക്കും എന്താണ് സംഭവം? കുമാര സംഭവം. അത് അവിടെ നിന്ന് കൈവിട്ടുപോയി. ഒന്നും മിണ്ടായി വെച്ച് കുറച്ചു നേരം. മക്കളെ, കുമാര സംഭവം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യന്റെ കഥ. സുബ്രഹ്മണ്യൻ കുഞ്ഞായിരുന്നപ്പം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ലീലാവിലാസങ്ങൾ അരങ്ങേറി. അപ്പൊ സുബ്രഹ്മണ്യൻ ലീലയാണ് കുമാര സംഭവം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അയ്യോ, കിടക്കുന്നു. ഭാര്യയല്ല, ഭാര്യ ശ്രീവള്ളി. സുബ്രഹ്മണ്യന്റെ ഭാര്യ ശ്രീവള്ളി. ഇതെന്തോന്ന്, നാട്ടിലുള്ള ഒരുത്തൻ ഗൾഫിലുള്ള ഒരുത്തൻ്റെ അടുത്ത് കുറച്ച് കടം ചോദിച്ചു. അത് പുരാണ കഥ വരെ എത്തിയല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നു. എവിടെ അമ്മ ആറ്റിലെ വെള്ളം മുങ്ങിയ കഥ പറഞ്ഞു തുടങ്ങിയ അങ്ങ് ഗംഗാനദി നാരദം കുളിച്ച കഥ പറയും. പിള്ളേരെ, ഈ നിൽക്കണം നിങ്ങളെ അച്ഛനുണ്ടല്ലോ. ഇപ്പൊ നമ്മള് പഴത്തിന് വില കൂടിയ കാര്യമൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവിടുന്ന് കൃഷിയിലേക്ക് കിടക്കും. പിന്നെ ആ കൃഷി നേരെ പടവലത്തെ കൃഷിയിലേക്ക് കിടക്കും. പിന്നെ അവിടുത്തെ സ്വത്തുക്കളിലേക്ക് കിടക്കും. പിന്നെ സ്ഥലത്തിലേക്ക് കിടന്ന് അടിയായി പിടിയായി വഴക്കായി അങ്ങനെ അങ്ങ് പോകും. കഥ പറയാൻ മോശക്കാരനൊന്നുമല്ലല്ലോ. അവസാനം അമ്മ പടവലം കുട്ടപ്പിള്ളയുടെ മോളേന്ന് വിളിക്കും. പറഞ്ഞ കേട്ടാ കൊച്ചെപ്പോഴും തന്നെയല്ലേ കേൾക്കണേ, പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ കാര്യം പറയട്ടാ. ഓരോടത്തും അധികം സംസാരിക്കൂല. വലിയ കാറിന് വരെ പോലെ ഞെളിഞ്ഞു കിടക്കും. ആരെന്നറിയാമോ? നേരത്തെ പറഞ്ഞ പടവലം കുട്ടമ്പിള്ള. കാരണം എന്നറിയാമോ? അറിയുന്നു, എല്ലാവർക്കും സംസാരിക്കാൻ പേടിയാണ്. കാരണം നിധി കാക്കണ ഭൂതത്തെ പോലെ സ്വത്തുക്കൾ വാങ്ങാനും കൂടെ കെട്ടിപ്പിടിച്ച് വെച്ചൊക്കെയില്ലേ. ഇതെന്തായാലും ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുട്ടമ്പിളയുടെ മോളല്ല. കുട്ടമ്പിള ഓ, അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരെയും വലിക്കേണ്ട സമയം കഴിഞ്ഞു.